രോഗമായി രോഗം അല്പം പ്രയാസമുള്ളതാണെന്ന് ബോധ്യപ്പെടുകയും അതിനാൽ തന്നെ ഞാൻ കൂടുതൽ കാലം ഇനി ഇവിടെ ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ കുറേ ദിവസം ജീവിക്കാനും അങ്ങനെ മരണത്തിന് വേണ്ടി നന്നായി ഒരുങ്ങാനും സമയം കിട്ടിയിട്ടുണ്ട് സൈതവറുകൾക്ക്. അതിൻ്റെ അവസാനമാണ് നേരത്തെ മകൻ സൂചിപ്പിച്ചത്. യാസീൻ ഓതാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യാസീൻ തീരുന്നതോടുകൂടി മഹാനവറുകളുടെ വഫാത്തുണ്ടായി എന്ന് അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണം. മുതഅല്ലിമായിരുന്ന കാലത്ത് SSFിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പ്രസംഗത്തിൽ രംഗത്ത് വരുമ്പോൾ തന്നെ ഞാൻ തങ്ങളവറുകളുടെ കൂടെ ഈ ഭാഗങ്ങളിൽ ചില സ്റ്റേജുകളിൽ പങ്കെടുത്തു. അന്ന് നല്ല ഭാഷയിൽ കാര്യങ്ങൾ വളരെ നല്ല നിലക്ക് സംസാരിക്കുന്ന ഒരു നല്ല ഉപദേശമായി തങ്ങളവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച വിശ്വാസവും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ തങ്ങളവറുകൾ വളരെ മുൻപന്തിയിലായിരുന്നു. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്കിടയിലുള്ള ശാഖാപരമായ ഭിന്നതകൾ ഊതി പൊക്കി ഉയർത്തി പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നതിലും അതുപോലെ മഹല്ലുകളിൽ തന്നെ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്നതിനും എല്ലാം തങ്ങളവറുകൾ എതിരായിരുന്നു. തങ്ങളവറുകൾ സുന്നത്ത് ജമാഅത്തിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മഹാനാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. എനിക്കും നിങ്ങൾക്കുമെല്ലാം പോകാനുള്ളത് ആ വഴിയിൽ. അത് എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവും നമുക്ക് ലഭിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ പവറുകളും എല്ലാവർക്കും നഷ്ടപ്പെട്ടു. എത്ര വലിയ പവറുള്ള വീട് നിർമ്മിച്ചാലും ആ വീട്ടിൽ നിന്ന് മനുഷ്യൻ ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ടി. ഏത് സ്പീഡിലുള്ള വാഹനത്തിൽ കയറി പോകുന്നവരും ഒരു ദിവസം മയ്യത്ത് കട്ടിലിൽ കയറേണ്ടിയുണ്ട്. ഏത് ഡീസൻ്റുള്ള വസ്ത്രം ധരിക്കുന്നവരും ആ വസ്ത്രം മാറ്റി 3 കഷ്ണം തുണിയിൽ പൊടിയുന്ന ഒരു സന്ദർഭം വരും. ഞാനിപ്പോൾ എൻ്റെ കൈക്ക് മോതിരം ധരിച്ചിട്ടുണ്ട്. ഈ മോതിരം ഒരു ദിവസം ഊരി വെച്ചു. എൻ്റെ കണ്ണിന് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. ഈ കണ്ണട എടുത്തു മാറ്റി എൻ്റെ കണ്ണിന് പരുത്തി വെക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഓരോരുത്തരും ഇന്നിപ്പോൾ കട്ടിലിൻ്റെ മേലെയും കിടക്കയിലും ഒക്കെ കിടക്കുന്ന നാം ഒരു ദിവസം വെറും മണ്ണിൽ പോയി കിടക്കേണ്ടി വരും. കയറി വരുന്ന സമയത്ത് അല്പം ചളി തുണിയിൽ തെറിച്ചു പോയാൽ അത് കഴുകാൻ വേണ്ടി പലരും വെള്ളവും എടുത്തു വരും. പക്ഷേ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ അല്പം നനഞ്ഞ മണ്ണ് നമ്മുടെ കവിൾത്തടത്തിൽ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നിൽ വരാനും ആ ബോധത്തോടുകൂടി കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുകയും ഫർളും സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തുകയും ഹറാമും കറാഹത്തുകളും ജീവിതത്തിൽ കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. നമ്മളാരും മാസൂമുകളായ അമ്പിയാക്കളാണെന്നോ മലക്കുകളാണെന്നോ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. മഹ്ഫൂദുകളായ വലിയ കുതുബുകളാണ് എന്നും നമ്മൾ വാദിക്കുന്നില്ല. നമ്മളൊക്കെ എളിയ സാധുക്കളായ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ അമലുകളെല്ലാം ഖബൂൽ